കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു വിഭവം ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ. ഇവിടെ നമുക്കൊരു കൂരവ് എന്ന് പറയും, പഞ്ഞപ്പുല്ല്, കൂരവ്, റാഗി എന്നൊക്കെ പറയും. അത് ഞാനൊരു ഇതിന് കപ്പ്, നമ്മുടെ എപ്പോഴും എടുക്കുന്ന കപ്പാണ്, കാപ്പിക്കപ്പ്. ഇതിന് 2 കപ്പ് നിറച്ചും നന്നായിട്ട് കൂമ്പാരം കൂട്ടി നിറച്ചും എടുത്തു വെച്ചിരിക്കുകയാണ് ഈ പൊടി. പിന്നെ നമ്മളൊരു 10 ബദാം, ഇത് ഒട്ടും നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ അത് ഒരു നിർബന്ധമില്ല. പിന്നെ കുറച്ച് എള്ളുണ്ട്, നമുക്കിനി ഓരോന്നോരോന്നിട്ട് എടുത്തു വരുമ്പോൾ കാണാം. നമ്മളിവിടെ ചീനിച്ചട്ടി അടപ്പത്ത് വെച്ച് തീ കത്തിച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ്, 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. ഇനി നമുക്കതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരുന്നല്ലോ പഞ്ഞപ്പുല്ല്, റാഗി, കൂരവ് എന്ന് പറഞ്ഞ സാധനം അതിലോട്ടിട്ട് കൊടുത്തു. ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല വാസനയാണ് ഇതിനിപ്പം, നല്ലൊരു മണം ഇതിന്. ഇത് വറുത്ത് വന്നപ്പം വറുത്തല്ല, ഒരുവിധം മൂത്തയുണ്ടോ, മൂപ്പിച്ചെടുത്ത് ഭയങ്കരമായിട്ട് മൂപ്പിക്കണ്ട, കുറച്ച്. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു 2 സ്പൂൺ കപ്പലണ്ടി ഇടുകയാണ്. 2 സ്പൂൺ മതിയാ? ഒരു 3 സ്പൂൺ ഇരിക്കട്ടെ, കപ്പലണ്ടി നല്ലതാണല്ലോ. നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് മതി, ഇതൊരുവിധം മൂത്തിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റുവാണ് ഇങ്ങോട്ട്. കപ്പലണ്ടി മാറ്റി. ഇനി ഇതിലേക്ക് നമ്മളൊരു 3 ടീസ്പൂൺ എള്ളിടുകയാണ്. നമുക്കതും ഇതുപോലെ ചൂടാക്കിയെടുക്കാം. എള്ള് പൊട്ടിത്തിറങ്ങിയിട്ടുണ്ട്, കണ്ടോ, പൊട്ടാൻ വെച്ചേക്കാലോ. ഇനി ഇതിലേക്ക് ഒരു 3 ഏലയ്ക്ക അതുകൂടി ഞാനിതിലേക്ക് പൊളിച്ചിടുകയാണ്. 3 ഏലയ്ക്ക പൊളിച്ചിട്ടുണ്ട്, തൊണ്ട് കളഞ്ഞിട്ട്. വറുത്ത് വെച്ച കപ്പലണ്ടി, എള്ളും, പിന്നെ അതിനൊപ്പം ഞാൻ ഒരു 2-3 ഏലക്കായും കൂടി ഇട്ടിരുന്നല്ലോ. ഇതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. ശർക്കര പ്രത്യേകിച്ച് ഒരു അളവൊന്നും പറയാം, നമുക്ക് ആവശ്യമുള്ള അളവിന് എടുക്കുക. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഉരുകട്ടെ. ഇച്ചിരി വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഉരുക്കി വെച്ചു, കണ്ടോ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു അരിച്ച് വെച്ചതിൽ. ഇനി നമുക്ക് ഈ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. റാഗിപ്പൊടി, അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല്, അല്ലെങ്കിൽ എന്താണ് മുത്താറി, കുറേ പേരുണ്ടല്ലോ ഇതിന്, അത് കൂരവ് എന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ എള്ളും കപ്പലിൻ്റെ കൂടെ അതും കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇതായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ എള്ളും കപ്പലിൻ്റെ കൂടെ അതും കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരുന്ന കപ്പലണ്ടിയും പിന്നെ ബദാമും അതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. ആദ്യം കുറച്ച് പൊടിച്ച് വെച്ചിരുന്നല്ലോ, ഇത് ഇച്ചിരി കട്ടിയുള്ളത് കൊണ്ട് ഇത് ലാസ്റ്റ് പൊടിച്ചിടുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് കശുവണ്ടി, ബദാം പ്രത്യേകം പൊടിച്ച് നമ്മളിതിൻ്റെ കൂടെ ഇട്ട് ഒന്നും കൂടെ പൊടിച്ചിട്ട് വരാം. ബദാമും കശുവണ്ടിയും കൂടെ പൊടിച്ചതും കൂടി ഇടുകയാണ്. നമ്മളൊരു ടീസ്പൂൺ നെയ്യും കൂടി ഇതിനകത്തിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിത് ഉരുട്ടിയെടുക്കാം. നല്ല ഗുണം ഉള്ളൊരു സാധനമാണിത്. അപ്പം ഇനിയിപ്പം
മിഥുനം കർക്കിടകത്തിലൊക്കെയാണ് എല്ലാവരും ആരോഗ്യപരമായിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് ഇതും നല്ലതാണ് കഴിക്കാനായിട്ട്. വളരെ രുചികരവും പോഷക സമ്പുഷ്ടവുമായ ഈ ബോൾ നിങ്ങൾ കഴിച്ചു നോക്കണം. ഇത് റാഗിയാണ്. റാഗി സാധാരണ ആർക്കും അത്ര വലിയ ഇഷ്ടപ്പെടില്ല അല്ലേ. റാഗി ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കും, പിന്നെ റാഗി കുറുക്കി കഴിക്കും, അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് കഴിക്കും ആളുകൾ. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടാക്കാം, വളരെ സ്വാദിഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. റാഗിയുടെ കൂടെ നമ്മൾ കുറച്ച് സാധനങ്ങൾ ചേർത്തിട്ടുണ്ടല്ലോ, കപ്പലണ്ടി, ബദാം, കശുവണ്ടി, പിന്നെ നെയ്യ് ചേർത്തിട്ടുണ്ട്. എല്ലാം നല്ല നല്ല സാധനങ്ങൾ. ശർക്കരയ്ക്ക് പകരം പനം കൽക്കണ്ട് ചേർക്കാം, അല്ലെങ്കിൽ കരിപ്പെട്ടി എന്ന് പറയുമല്ലോ, മറ്റേ ചക്കര, അതും വേണമെങ്കിൽ ചേർക്കാം. അപ്പം നമുക്ക് വളരെ ആരോഗ്യപ്രദമാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.